വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ അടിപൊളി ചിക്കൻ ആയിട്ടാണ് വന്നത്. KFC ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു വീടുകളിൽ അധികം ആരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തതാണ്. പക്ഷെ ഇത് റെസിപ്പി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? അപ്പം നമുക്കിതാ KFC ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏട്ടത് ബിരിയാണിയുടെ കഷ്ണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു സൈസിൽ വാങ്ങിയിട്ടാണ്. കാലൊക്കെ അതാ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അത് ആദ്യം തന്നെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ഏകദേശം ഇത്രയും ഇഞ്ചി നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത്രയും വെളുത്തുള്ളി. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ആദ്യം തന്നെ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് ആയിട്ടില്ല, എന്നാലും ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം തൈര് പൊട്ടിച്ചൊഴിക്കാം. ഇത്തിരി തൈര് മതി, ഓവറാവണ്ട. ഞാൻ ഏകദേശം ഇത്രയും തൈര് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ അതാ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിഴിയുന്ന മുമ്പായിട്ട് നമ്മൾ അതിലത്തെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയാം, എന്നിട്ട് പിഴിയാം. അതായിരിക്കും നന്നാവുക. നന്നായിട്ട് ഞാൻ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ഒരു 4-5 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കൊരു നൈറ്റ് ഫുള്ള് വയ്ക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നാവുക. ഞാൻ ഇവിടെ ഒരു 5 മണിക്കൂറാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതാ ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞ ശേഷമുള്ളതാണ്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് കോൺഫ്ലവർ. അടുത്തായിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, അത്ര തന്നെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളൊക്കെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അമ്മുദ അതിൻ്റെ ഇടയിൽ വാങ്ങി മിക്സ് ആക്കുന്നുണ്ടേ. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അധികം വെള്ളം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണേ, നമ്മൾ ആ തൈരിലൊക്കെ ഇത്തിരി വെള്ളം ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട അങ്ങനെ പൊട്ടിച്ചു പോരാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പം ഒരു ഭാഗത്തായിട്ട് മസാല ഇങ്ങനെ കൂടി നിന്നാൽ അത് പിന്നെ നമ്മൾ വറുത്ത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല. അപ്പം ഇങ്ങനെ മസാലയൊന്നും ഒരു ഭാഗത്ത് അധികമായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കിനി അത് കോൺഫ്ലവറിൽ മുക്കി അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പാത്രം ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നല്ലോണം ചൂടായിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അത് ഓട്സ് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ ഓട്സ് കൊണ്ട് കവർ ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ ഓരോ പീസും ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ചെയ്യാതിരിക്കും കേട്ടോ. അപ്പം എന്നാലും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ എനിക്കിത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ തോന്നിയ കാര്യമാണ്, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഉണ്ടാക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അധികം ഓയിലും വേണ്ട. പിന്നെ അതുമല്ല നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത്, ഇത് വേവാത്ത പ്രശ്നമല്ല, കൂടുതൽ മസാലയൊക്കെ കിട്ടും. എനിക്ക് അങ്ങനെയാട്ടോ ഇഷ്ടം. KFC എനിക്ക് അധികം ഇഷ്ടമല്ലാത്ത സാധനമാണ്. ഇപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മുക്കുട്ടി ടേസ്റ്റിംഗ് ആണ്. അവൾക്ക് ഈ സോസ്, ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് ചെയ്ത് ആലോചിക്കുകയാണ്. ഫൈനലി നമ്മുടെ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസും ഉണ്ട്. മയോണൈസും ഒരു ചെറിയ മിസ്സിംഗ് ഉണ്ട്, സാരമില്ല. നന്നായിട്ടുണ്ട് കേട്ടോ.
കൊതിയുണ്ടോ നിങ്ങൾക്ക്? സാരില്ല, നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.